കോഴിക്കോട് നാദാപുരത്ത് +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്കിടെ ആൾമാറാട്ടം നടന്നു. +1 വിദ്യാർത്ഥിക്ക് പകരം പരീക്ഷ എഴുതിയ ബിരുദ വിദ്യാർത്ഥി അറസ്റ്റിലായി. നാദാപുരം കടമേരി RECHSലാണ് ഈ സംഭവം ഉണ്ടായത്. അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആൾമാറാട്ടം അത് പരീക്ഷയിൽ നമ്മൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു, പക്ഷേ ഇതിപ്പോൾ +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയിലാണ് ഇങ്ങനെയൊരു ആൾമാറാട്ടം നടന്നത്. എന്താണ് സംഭവിച്ചത് അവിടെ? പ്രജിൻ, അതിവിദഗ്ധമായി ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതാനുള്ള ശ്രമമാണ് പൊളിഞ്ഞത്. കൃത്യമായി ഇൻവിജിലേറ്ററുടെയും ഒപ്പം പ്രിൻസിപ്പലിൻ്റെയും ഇടപെടലാണ് ഇങ്ങനെയൊരു നീക്കത്തിന് തടയിടുകയും ചെയ്തത്. ഇന്ന് +1 വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ്. കടമേരിയിലുള്ള RECHS സ്കൂളിൽ ഈ ഒരു +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുകയായിരുന്നു. അതിനിടയിൽ ഈ പരീക്ഷ എഴുതേണ്ട ഒരു വിദ്യാർത്ഥിക്ക് പകരം ആ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത് ഒരു ബിരുദ വിദ്യാർത്ഥിയാണ്. ഇൻവിജിലേറ്റർക്ക് ഒരു സംശയം തോന്നി. അദ്ദേഹം ഈ വിദ്യാർത്ഥിയുടെ അടുത്തെത്തി ഹോൾ ടിക്കറ്റ് പരിശോധിച്ചപ്പോഴാണ് അതിൽ ചില ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് പ്രാഥമികമായി മനസ്സിലായത്. പിന്നീട് അദ്ദേഹം പ്രിൻസിപ്പലിനെ വിവരം അറിയിച്ചു, പിന്നീട് പോലീസിലും വിവരം അറിയിച്ചു. തുടർന്ന് നടത്തിയ ഒരു പരിശോധനയിലാണ് പരീക്ഷ എഴുതേണ്ട കുട്ടിയല്ല അവിടെ ഇരുന്ന് പരീക്ഷ എഴുതുന്നതെന്നും അതേ സ്കൂളിലെ അതേ വിദ്യാലയത്തിലെ ഒരു ബിരുദ വിദ്യാർത്ഥിയാണ് അവിടെ പരീക്ഷയ്ക്ക് എത്തിയത് എന്നും മനസ്സിലാകുന്നത്. തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നു. അയാൾക്കെതിരെ BNS-ലെ ആൾമാറാട്ടത്തിനുള്ള വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്ത് കേസെടുക്കുന്നു. അയാളുടെ അറസ്റ്റും നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഏതായാലും ഒരു തട്ടിപ്പിനുള്ള ഒരു ശ്രമമാണ് ഇവിടെ പൊളിഞ്ഞത്. കൃത്യമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻവിജിലേറ്റർക്ക് ഒരു സംശയം തോന്നിയതുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പരിശോധന നടത്തിയതിൻ്റെ പുറകിലാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് പൊളിയുകയും നിലവിൽ ആ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. പ്രജിത്ത്, ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ആ ശ്രമം അവിടെ അത് തടയാൻ കഴിഞ്ഞിട്ടുണ്ട് അധികൃതർക്ക്. കൃത്യമായി ഇൻവിജിലേറ്റർ ആ തക്ക സമയത്ത് തന്നെ ഇടപെട്ടിട്ടാണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞതും അങ്ങനെ ഒരു ആൾമാറാട്ടം അവിടെ പൊളിഞ്ഞതും.